നമ്മൾ കഴിഞ്ഞ ദിവസം ദൈവത്തെ കണ്ടുമുട്ടുന്നതിനെ പറ്റി സംസാരിക്കുകയായിരുന്നു. അതിനകത്ത് ആദ്യത്തെ ഘടകമാണ് യു ഹാവ് ടു സീക്ക് ഗോഡ് ആക്റ്റീവ്ലി. ഇന്ന് സംസാരിക്കാൻ പോകുന്ന രണ്ടാമത്തെ ഘടകമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഹ്യൂമിലിറ്റി, നമ്മുടെ ഹൃദയത്തിലെ എളിമ. ദൈവം നമ്മൾ വന്ന് വസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹൃദയം എളിമയുള്ളതായിരിക്കണം. അവിടെ മാത്രമേ ദൈവം, വിശ്വാസത്താൽ കാണപ്പെടേണ്ട ദൈവം വന്ന് വസിക്കുകയുള്ളൂ. ഞാൻ റാന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ദൈവം അനുഗ്രഹിച്ച ഒരു സ്ഥലമാണ് റാന്നി. അവിടെ നടക്കാത്ത കൺവെൻഷനുകളില്ല, പ്രസംഗിക്കാത്ത പ്രാസംഗികരില്ല. എവിടെ തിരിഞ്ഞാലും പള്ളികളും ദേവാലയങ്ങളും വൈദികരും സുവിശേഷകരും കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമാണ്. ദൈവം ആ നാടിനെ അത്രയ്ക്ക് സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇത്രയ്ക്കും അവസരങ്ങൾ ദൈവം ആ നാട്ടിലെ ജനതയ്ക്ക് കൊടുത്തത്. പക്ഷെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഇൻഫർമേഷനും നമ്മുടെ ഭൗതിക തലത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു. അതൊരിക്കലും ഹൃദയത്തിലേക്ക് വന്ന് ദൈവം വന്ന് വസിക്കുവാനായിട്ട് ഒരുക്കപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തു തന്നെ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിത്ത് വിതയ്ക്കുന്ന ദ പാരബിൾ ഓഫ് ദ സോവറിൻ്റെ കഥ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, നിലം നന്നായിട്ട് ഉഴുത് റെഡിയാക്കിയിരിക്കുന്നിടത്ത് മാത്രമേ വിത്ത് വിതയ്ക്കുന്നത് വേരൂന്നി അത് ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ജീവിതത്തിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ മനസ്സ്, നമ്മളുടെ സർവ്വശക്തി, നമ്മൾ അഭിമാനിക്കുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ സമ്പത്ത്, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബ മഹിമ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മളുടെ ആശ്രയം നമ്മൾ വിച്ഛേദിച്ച് ദൈവത്തിൽ അത് ഘടിപ്പിക്കുമ്പോഴാണ് ദൈവം നമ്മിൽ വന്ന് വസിക്കുന്നത്. വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ യാക്കോബിൻ്റെ കഥ. യാക്കോബ് 14 വർഷം ലാബാൻ്റെ കീഴിൽ ജോലി ചെയ്ത് അരോഗദൃഢഗാത്രനായ ഒരു മനുഷ്യനായി. 4 ഭാര്യമാരും ഇഷ്ടം പോലെ കന്നുകാലികളും 12 മക്കളുമായി അദ്ദേഹം തിരിച്ച് അപ്പൻ്റെ വാസസ്ഥലത്തേക്ക് വരികയാണ്. അപ്പോൾ ഇത്രയ്ക്ക് സെൽഫ് കോൺഫിഡൻസ് ഉള്ള വ്യക്തിയെ നമ്മൾ കാണുന്നില്ല. കാര്യം, സമ്പത്തുണ്ട്, ആൾബലമുണ്ട്, എല്ലാമുണ്ട്. ജാബോക്ക് നദി കടന്ന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അപ്പൻ്റെ സ്ഥലത്തെത്തും, അപ്പൻ്റെ വീട്ടിലെത്തും. അപ്പം അതിനു മുന്നേ അദ്ദേഹം രാത്രി കിടന്നുറങ്ങുമ്പോൾ ദൈവവുമായിട്ടൊരു റെസ്ലിംഗ് നടക്കും. ദൈവം അവൻ്റെ സെൽഫ് റിലയൻസ്, സെൽഫ് കോൺഫിഡൻസ് തകർക്കുവാൻ വേണ്ടി ദൈവം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ തുടയിൽ ഒടിക്കും. തുടയിൽ ഒടിച്ചു കഴിയുന്ന ഉടനെ അവൻ്റെ സർവ്വ കോൺഫിഡൻസും നശിക്കുകയാണ്. പെട്ടെന്ന് ദൈവത്തെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല. അപ്പോഴാണ് ദൈവം യാക്കോബിൻ്റെ മനസ്സിൽ വന്ന് ആഡൂരനാകുന്നത്. അന്ന് അവൻ്റെ പേര് മാറ്റി യാക്കോബ് ഇസ്രായേലാവും. രണ്ടാമതൊരു ഉദാഹരണം കൂടെ പറയുകയാണെങ്കിൽ, വേദപുസ്തകത്തിലെ ശൗൽ, പരീശന്മാരിൽ പരീശനും ഗമാലിയലിൻ്റെ കീഴിൽ സർവ്വജ്ഞാനവും നേടിയ യഹൂദനായിരുന്നു ശൗൽ. ശൗല് അഹങ്കാരത്തോടുകൂടി, അവൻ്റെ കയ്യിൽ സമ്പത്തുണ്ട്, അതുപോലെ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ യേശുവിനെ പീഡിപ്പിക്കാനായിട്ട് റെഡിയായി. ആയോധന കലയിലൊക്കെ പ്രാവീണ്യമുള്ള ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ദമാസ്കസിൻ്റെ പടിവാതിക്കൽ വന്നപ്പോൾ യേശുക്രിസ്തു അവനെ കണ്ടുമുട്ടുന്നു. അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നു. അതോടുകൂടി അവൻ്റെ സർവ്വ കോൺഫിഡൻസും അവിടെ പോയി. അവൻ്റെ സെൽഫ് റിലയൻസും, അവനെന്തിനൊക്കെ അഹങ്കരിച്ചോ അതെല്ലാം അവന് നഷ്ടമായി. അപ്പോൾ എന്ത് പറ്റും? അവൻ എളിമപ്പെട്ട് യേശുവിന് വേണ്ടി അവൻ കാത്തിരിക്കും. അങ്ങനെ അനന്യാസ് വന്ന് അവനെ സ്നാനപ്പെടുത്തി ദൈവം അവനിൽ വസിക്കുവാൻ തുടങ്ങി. അപ്പോൾ അവൻ കംപ്ലീറ്റ്ലി പുതിയൊരു മനുഷ്യനായി യേശുക്രിസ്തുവിൻ്റെ ഭടനായിട്ട് മാറി. അപ്പോൾ ഇതിനകത്തു നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ആശ്രയിക്കുന്ന കാര്യം, നമ്മളുടെ സ്കാഫോൾഡ്, നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആ നെറ്റ്വർക്ക്, ഇതെല്ലാം മാറുന്നുടനെ മാത്രമേ നമ്മൾ ദൈവത്തെ ആശ്രയിക്കാൻ തുടങ്ങുകയുള്ളൂ. വേദപുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നു, സങ്കീർത്തനം 34 പറഞ്ഞിരിക്കുന്നത്, ലോർഡ് ഈസ് നിയർ ടു ദ ബ്രോക്കൺ ഹാർട്ടഡ്. ഹൃദയം നുറങ്ങിയവർക്ക് സമീപസ്ഥനാണ് ദൈവം. സാംസ് 51:17 പറഞ്ഞിരിക്കുന്നു, ദ സാക്രിഫൈസ് അക്സെപ്റ്റബിൾ ടു ഗോഡ് ഈസ് എ ബ്രോക്കൺ സ്പിരിറ്റ്. ദൈവത്തിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സാക്രിഫൈസ് അത് നുറുങ്ങിയ ഹൃദയമാണ്. അപ്പോൾ നമുക്കും നുറുങ്ങിയ ഹൃദയത്തോടു കൂടി ദൈവത്തെ സ്വീകരിക്കാനായി റെഡിയാകാം.
നമുക്ക് കിട്ടുന്ന ഈ ധ്യാനങ്ങളും പ്രസംഗങ്ങളും എല്ലാം നിന്നും കിട്ടുന്ന ഈ ഇൻഫർമേഷൻ, ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ വരെ നിങ്ങൾ തലയിൽ മാത്രം വയ്ക്കാതെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. ഹൃദയം എളിമപ്പെടുകയാണെങ്കിൽ നമ്മളുടെ വിശ്വാസവും ആശ്രയവും ദൈവത്തിൽ മാത്രമാവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളുടെ മനസ്സിൽ വന്ന് അധിവസിക്കും. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.